Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് 2.5 kVA സിസ്റ്റം ഇൻസ്റ്റാളിനോടൊപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങളോട് ഇൻസ്റ്റാൾ നമ്മളൊരു വീട് വർക്ക് ചെയ്യുമ്പോൾ അതുപോലെ നമ്മൾ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് കണ്ണൂർ ഡിസ്ട്രിക്ട് നമ്മൾ തലശ്ശേരി ഭാഗത്ത് നമ്മൾ ഫൈസൽ ഖാൻ്റെ വീട്ടിലാട്ടോ. അവരുടെ മക്കളവിടെ നിൽക്കുന്നത് ഞങ്ങൾ A to Z വർക്ക് ചെയ്യുമ്പോൾ അതെങ്ങനെ കാര്യങ്ങളൊക്കെ പോയിന്റ് നോട്ട് ചെയ്തിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ എല്ലാ പോരായ്മകളും ഒക്കെ തീർക്കുന്ന ആളുകളാണ്. ജസ്റ്റ് ഇവരൊക്കെ ആയിരുന്നു പരിചയപ്പെടാം. പേര് ഷെഫ്നാസ്. അവരൊപ്പ വിദേശത്താണ്, അങ്ങ് ദുബായിലാണ് തോന്നുന്നുണ്ട് കേട്ടോ. അവരാണ് കാര്യങ്ങൾ. അതെ, അവർക്കൊരു അതിൻ്റെ കൂട്ടത്തിൽ പറയാം, അവർക്കൊരു യൂട്യൂബ് ചാനൽ കൂടി ഉണ്ട്. എന്താ പേര് പറഞ്ഞത്? നിസാം വ്ളോഗ്സ്. അതെ, ബ്രദറിൻ്റെ ആണല്ലേ നിസാം. ഫുഡിൻ്റെ ബന്ധപ്പെട്ട കേട്ടോ. കാണാത്തവരൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്, നമ്മൾ വീട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇൻവെർട്ടറിൻ്റെ ഓഫ് ഗ്രിഡ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെർട്ടറിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഏറ്റവും ടോപ്പ് ഭാഗത്തേക്ക് നമുക്ക് 25 ഇപ്പം നോക്കി നോക്കൂ, അങ്ങോട്ട് കാണിച്ചു കൊടുക്കൂ. ഒരു 25 പൈപ്പ് ഓപ്പൺ ആയിട്ട് വന്ന് കിടക്കുക. എന്നാൽ നമുക്ക് ഓപ്പൺ ആയിട്ട് നമുക്ക് പൈപ്പും കാര്യങ്ങളൊന്നും അടിക്കേണ്ടി വരില്ല കേട്ടോ. അത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ നമ്മളെ ആരിസ് പറഞ്ഞ പോലെ അല്ലേ, നമ്മളെ വീടിൻ്റെ വയറിങ്ങിൻ്റെ ഭാഗത്ത് ഇൻവെർട്ടറിൻ്റെ സിസ്റ്റത്തിലേക്ക് ഒരു 4 mm വയറിങ്ങിൽ വലിക്കുക. കാരണം നമ്മൾ ഒരു സോളാർ സിസ്റ്റം വെക്കുമ്പോൾ ഒരു 90% 70% ഇതിൽ കൂടിയാണ് നമ്മളെ ലൈറ്റിംഗ് ലോഡും ഫാനിങ് ലോഡും എല്ലാം വർക്ക് ചെയ്യുക. DBയിൽ നിന്ന് ഇൻവെർട്ടറിലേക്ക്. അതെ, 4 സ്ക്വയറിൻ്റെ അത് നമ്മളൊരു പിന്നിൽ ഒന്നും ആക്കിയിടരുത്. കാരണം എന്താ വെച്ചാൽ 16 amps ഒക്കെയാണ് വരും നമ്മളെ പിന്നിൻ്റെ കപ്പാസിറ്റി. നമുക്ക് വയറ് ഡയറക്റ്റ് കൊടുക്കണം, ലോഡ് അതിൽ വരും. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ കാര്യവും താഴത്തേക്ക് വരും. ഇവിടെ നമ്മൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക ചോദിച്ചാൽ, നമ്മൾ ഫിറ്റും ചെയ്യുമ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മാക്സിമം നമ്മളെ കോൺക്രീറ്റിൽ ഡയറക്റ്റ് തുളക്കാതെ ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടി, 3 ഭാഗങ്ങൾ കിട്ടി. ഇവിടെ ഇനി കോൺക്രീറ്റ് ഭാഗങ്ങൾ ചെയ്യാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ചെയ്തിരിക്കുന്ന 1.5 GP പൈപ്പ് 16 ഗേജ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. വെൽഡിങ് ഏരിപ്പോൾ കഴിഞ്ഞ് പോയി കേട്ടോ. കാര്യങ്ങളൊക്കെ ഏകദേശം ഫൈനലായി. ഇനി താഴെ ഭാഗം കൂടി കുറച്ച് കാര്യങ്ങളും പൂർത്തിയാക്കേണ്ടതുണ്ടല്ലോ. നമ്മളൊരു സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ വീടിൻ്റെ മുകളിലേക്കൊന്ന് കയറുക. അതിൻ്റെ ഉദാഹരണം ആരിച്ചിന് അറിയില്ലേ, നമ്മളെ തൃശ്ശൂർ ചാലക്കുടി ഭാഗത്ത് അവിടെ നമ്മൾ വീടിൻ്റെ മുകളിൽ ചെന്ന് നോക്കുമ്പോൾ 20% പോലും നമുക്ക് വെയിലിൻ്റെ ഒരു ഭാഗമല്ല. എന്നിട്ട് അയാൾ എന്നോട് പറയുകയാണ്, ഞാനിതിന് മേലേക്ക് കയറിയിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒരു സോളാർ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രാവിലെ ഒരു 7:30 8 മണി മുതൽ ഒരു വൈകുന്നേരം ഒരു 4 മണി 5 മണി വരെയൊക്കെ മാക്സിമം നമുക്ക് വെയിലിൻ്റെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ കിട്ടുന്ന ഒരു രീതി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മറ്റൊരു കാര്യം, നമ്മൾ പാനൽ അങ്ങോട്ട് വെച്ച് പോയിട്ടൊന്നും കാര്യമില്ല. കാരണം നമ്മളൊരു 2 മാസം അല്ലെങ്കിൽ ഇപ്പോഴത്തെ റോഡ് സൈഡ് ഭാഗങ്ങളൊക്കെയാണ്, ഒരു 2 മാസം 3 മാസം കൂടുമ്പോൾ നമ്മൾ പാനൽ ജസ്റ്റ് ഒന്ന് നമ്മൾ മോപ്പ് കൊണ്ടൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ നിങ്ങളോടനെ പറയാൻ കേട്ടോ, നമ്മളിപ്പോൾ ഒരു എല്ലാ വീട്ടിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ അല്ലാതെ എനിക്ക് പാനൽ വെച്ചിട്ടൊരു കാര്യമില്ല, ഗുണമില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പാനൽ ജസ്റ്റ് നമ്മൾ മോപ്പ് കൊണ്ട് ക്ലീൻ ചെയ്യണം. സാധാരണ നമ്മൾ നിലം തുടക്കുന്ന മോപ്പില്ലേ, ആ മോപ്പ് കൊണ്ട് ജസ്റ്റ് ഒന്ന് നനച്ചിട്ട്, നിലം തുടക്കുമ്പോൾ നമ്മൾ ചെയ്യില്ലേ, ജസ്റ്റ് ഒന്ന് നമ്മൾ ഇവിടെ നിന്ന് മോപ്പ് കൊണ്ട് ചെയ്യുക, നമ്മൾ തുടക്കാൻ ശ്രമിക്കുക. ഇനി ഷീറ്റിൻ്റെ മുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കയറി നടക്കാൻ ചെറിയൊരു പെറയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഇവിടുത്തെ സ്റ്റേജിൽ ഇവർക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, ജസ്റ്റ് കോണി കയറി വരിക, ക്ലീൻ ചെയ്യുക. അപ്പോൾ ആ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മളെ കണ്ണിൻ്റെ മുകളിൽ മാറാൽ കുടുങ്ങിയ ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ, കാഴ്ചയില്ലാത്തൊരവസ്ഥ വരില്ല. അതുപോലെ തന്നെ ആയിരിക്കും പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളിലും. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു പോയി താഴെ ഭാഗങ്ങളൊന്നും കാണിക്കുന്നില്ല, ഒരു ഒട്ടനവധി വീഡിയോകൾ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് നാസിൻഫോ യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്മൾ ബാറ്ററിയുടെ കാര്യം ഞാൻ ക്ലീൻ ചെയ്യേണ്ട കാര്യം പറഞ്ഞ പോലെ തന്നെ 2 മാസം കൂടുമ്പോൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുക. വെള്ളത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഫ്ലോട്ട് ഗ്യാപ്പിൽ വെള്ളത്തിൻ്റെ ലെവൽ കുറവുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഇത്ര തന്നെ നമുക്ക് പറയാനുള്ളത്. ഏതായാലും ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾ അതുപോലെ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരും കേട്ടോ. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഏതായാലും അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ബൈ ഫ്രണ്ട്സ്. ഓക്കെ.